വാസ്തവത്തിൽ ഈ പല ക്രിക്കറ്റേഴ്സും സെലിബ്രിറ്റീസും ഒന്നും ഈ പരസ്യത്തിൽ അഭിനയിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അവർ ആ പ്രോട്ടീൻ പൗഡർ കൈകൊണ്ട് പോലും തൊട്ടിട്ടുണ്ടാവില്ല. വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവർക്ക് എന്ത് തരത്തിലുള്ള പ്രോട്ടീൻസ് ഉപയോഗിക്കാം? മുട്ട പോലും കഴിക്കുകയില്ലാത്തവർക്ക് എന്നാ ചെയ്യാൻ പറ്റും? മസിൽ സൈസ് കൂട്ടാൻ തീർച്ചയായിട്ടും പ്രോട്ടീൻ ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ്. പക്ഷേ ഏതാണ് ഏറ്റവും നല്ല പ്രോട്ടീൻ? ഏകദേശം 50-60 കിലോ വെയിറ്റ് ഉള്ള ഒരാൾക്ക് ഒരു 75 ഗ്രാം മാക്സിമം 100 ഗ്രാം പ്രോട്ടീൻ വരെ ഒരു ദിവസം കഴിക്കാവുന്നതാണ്. വണ്ണം കുറയ്ക്കാൻ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിനെ പ്രോട്ടീൻ കൊണ്ട് സപ്ലിമെൻറ്റ് ചെയ്യണം എന്ന് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. പ്രത്യേകിച്ചും നമ്മൾ ചോറ് ഒഴിവാക്കി മുട്ടവെള്ളം മാത്രം കഴിക്കുന്ന, എഗ് വൈറ്റ് മാത്രം കഴിക്കുന്ന എഗ് ഡയറ്റ് പോലുമുണ്ട്. പലരും ചോദിക്കാറുള്ള ചോദ്യമാണ്, ഈ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് നമ്മൾ എടുക്കണോ? പ്രത്യേകിച്ചും 5000 രൂപ വരെ മുടക്കിയുള്ള പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സും വേ പ്രോട്ടീനും ഒക്കെ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് പോലും ചിലപ്പോൾ ചില മാതാപിതാക്കന്മാർ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. വിപണിയിൽ കിട്ടുന്ന പലതരത്തിലുള്ള ഹെൽത്ത് എൻഷുറിങ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്. അത് വിപണിയിലെ പരസ്യം കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ കുഞ്ഞുങ്ങൾ തന്നെ ആവശ്യപ്പെടുകയും ചെയ്യും, എനിക്കത് വാങ്ങിച്ചു തരണം, അല്ലെങ്കിൽ ഇന്ന ടേസ്റ്റുള്ള ഇന്ന കളറുള്ള ആ ക്രിക്കറ്റർ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ പൗഡർ. വാസ്തവത്തിൽ ഈ പല ക്രിക്കറ്റേഴ്സും സെലിബ്രിറ്റീസും ഒന്നും ഈ പരസ്യത്തിൽ അഭിനയിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അവർ ആ പ്രോട്ടീൻ പൗഡർ കൈകൊണ്ട് പോലും തൊട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കണോ? അത് എത്ര ക്വാണ്ടിറ്റിയിൽ ഉപയോഗിക്കണം? അത് ഏത് സെലക്ട് ചെയ്യണം? ഇനി പ്രോട്ടീന് അലർജി ഉള്ളവർ എന്താ ചെയ്യുക? മുട്ട കഴിച്ചെന്നാൽ അലർജിയാണ്, പാല് കുടിച്ചെന്നാൽ പ്രശ്നമാണ് കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം എന്നെല്ലാം നമുക്കിന്നൊന്ന് പരിശോധിക്കാം. വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവർക്ക് എന്ത് തരത്തിലുള്ള പ്രോട്ടീൻസ് ഉപയോഗിക്കാം? മുട്ട പോലും കഴിക്കുകയില്ലാത്തവർക്ക് എന്നാ ചെയ്യാൻ പറ്റും? അതിന് നമുക്ക് ചെയ്യാവുന്ന കാര്യം, വളരെ പയറുവർഗ്ഗങ്ങൾ ഉള്ള പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലുള്ള, ഉദാഹരണത്തിന് പലതരത്തിലുള്ള പയറുവർഗ്ഗങ്ങളും ബീൻസും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതെല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതോടൊപ്പം നമുക്ക് മുളപ്പിച്ച പയർ, കാഷ്യൂനട്ട്, ബദാം തുടങ്ങിയതെല്ലാം നല്ല പ്രോട്ടീൻ സോഴ്സസ് ആണ്. ഈ വേ പ്രോട്ടീൻ എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഈ പാൽ നമ്മൾ പല പാൽ പ്രോഡക്ട്സ് ആയിട്ട് മാറ്റുമ്പോഴേക്കും, അത് നെയ്യായിട്ടോ ബട്ടറായിട്ടോ ചീസായിട്ടോ ഒക്കെ മാറ്റുമ്പോൾ അതിന് ഉണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു വേസ്റ്റ് തന്നെയാണ് ഈ വേ പ്രോട്ടീൻ എന്ന് വളരെ ലളിതമായിട്ട് പറയാം. ഈ വേസ്റ്റാണ് നമ്മൾ വേ പ്രോട്ടീൻ എന്ന പേരിൽ വളരെ പൈസ കൊടുത്ത് കൂടുതൽ കൊടുത്ത് വാങ്ങിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പലപ്പോഴും 2000 മുതൽ 5000 രൂപ വരെ വിലയുള്ള വേ പ്രോട്ടീനൊക്കെ പല ജിമ്മന്മാരും ഒക്കെ ഉപയോഗിക്കുന്നത് എനിക്ക് നേരിട്ട് അറിവുള്ളതാണ്. അവർ പലപ്പോഴും നമ്മളോട് ചോദിക്കാർ ഉള്ള സ്റ്റേജ് വരുമ്പോഴത്തേക്കുമായിരിക്കും അവർക്ക് പലപ്പോഴും ഈ വേ പ്രോട്ടീൻ കൊണ്ടുള്ള പല ദൂഷ്യവശങ്ങളും കൂടെ ഉണ്ടാവുകയും ചെയ്യുക. അതേപോലെ തന്നെ ഈ വെജിറ്റേറിയൻസിന് ഉപയോഗിക്കാവുന്ന സോയ പ്രോട്ടീൻ, അത് വെജിറ്റേറിയൻസിന് വേണ്ടി തന്നെയാണ് എന്നുള്ള രീതിയിൽ വിപണിയിൽ ഇറക്കാറുണ്ട്. മസിൽ സൈസ് കൂട്ടാൻ തീർച്ചയായിട്ടും പ്രോട്ടീൻ ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ്. പക്ഷേ ഏതാണ് ഏറ്റവും നല്ല പ്രോട്ടീൻ? അത് നമ്മൾ ഈ വാങ്ങിച്ച് കഴിക്കുന്ന പ്രോട്ടീൻ ഒന്നുമല്ല. നമുക്ക് വളരെ സുലഭമായി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എഗ് വൈറ്റ് ആണ് 100% വളരെ ശുദ്ധമായിട്ടുള്ള പ്രോട്ടീൻ. നമ്മൾ പലപ്പോഴും ഇതിൻ്റെ പല ഭക്ഷണ സാധനങ്ങളുടെയും പ്രോട്ടീൻ കണ്ടൻസ് പോലും താരതമ്യപ്പെടുന്നത് ഈ എഗ് വൈറ്റിൻ്റെ പ്രോട്ടീൻ്റെ എത്ര % ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാണ്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റാണ് നമ്മൾ ഈ പറയുന്ന എഗ് വൈറ്റ് എന്ന് പറയുന്നത്. അതൊരു കമ്പാരിസന് പോലും ഉപയോഗിക്കുന്നു എന്നുള്ളത് അറിയുമ്പോഴാണ് നമുക്ക് എഗ് വൈറ്റിൻ്റെ പ്രാധാന്യവും അതിൻ്റെ നന്മയുമൊക്കെ നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ ചില ആൾക്കാർക്ക് എഗ് വൈറ്റ് അലർജി ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യണമെന്നുള്ളതും ഞാൻ വഴിയെ പറഞ്ഞുതരാം. പലപ്പോഴും പല ക്ലിനിക്കൽ ട്രയൽസിലും നമ്മൾ ഇതിനെപ്പറ്റി പല രീതിയിലുള്ള ക്ലിനിക്കൽ സ്റ്റഡീസും പഠനങ്ങളും നടക്കാറുണ്ട്. മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന് പറയും. നമ്മൾ ആയിരക്കണക്കിന് ആൾക്കാരെയോ ചിലപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരെയോ ഒക്കെ പഠിച്ചതിന് ശേഷം സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്തിയാണ് ഇതിനെപ്പറ്റി വളരെ ശരിയായിട്ടുള്ളൊരു വിവരമാണ് എന്ന് കണ്ടെന്നാൽ മാത്രം അതൊരു റിസർച്ച് ഓറിയൻറ്റഡ് പബ്ലിക്കേഷനിൽ ലാസ്റ്റ് ഇതിനെക്കുറിച്ച് വന്ന ഒരു നല്ല സ്റ്റഡി ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണലിലായിരുന്നു. അത് 2017 അത് പ്രകാരം പറയുന്നത്, ഒരു മനുഷ്യൻ്റെ ബോഡി വെയ്റ്റിന് ഇപ്പോൾ 50 കിലോഗ്രാം ബോഡി വെയ്റ്റ് ഉണ്ടെങ്കിൽ ഓരോ കിലോഗ്രാം ബോഡി വെയ്റ്റിനും 1.2 ഗ്രാം പ്രോട്ടീനാണ് നമുക്ക് മാക്സിമം ഉപയോഗിക്കാവുന്നത്, അല്ലെങ്കിൽ ഗുണമുണ്ടാകുന്ന രീതിയിലുള്ള അളവ്. അതായത് ഏകദേശം 50-60 കിലോ വെയ്റ്റുള്ള ഒരാൾക്ക് ഒരു 75 ഗ്രാം മാക്സിമം 100 ഗ്രാം പ്രോട്ടീൻ വരെ ഒരു ദിവസം കഴിക്കാവുന്നതാണ്. അതിൽ കൂടുതൽ കഴിച്ചെന്നാൽ അതുകൊണ്ട് കൂടുതലായിട്ടുള്ള ബെനിഫിറ്റ് ഒന്നുമില്ല എന്നുള്ളതാണ്. അത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് വരുമ്പോൾ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാറുണ്ട്. അത് പലതരത്തിലുള്ള ഗ്രാഫുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലേറ്റോയിങ് ആണ് ഈ സ്റ്റഡിയിൽ കണ്ടിട്ടുള്ളത്. അതായത് 100 ഗ്രാമിൽ കൂടുതൽ നമ്മൾ പ്രോട്ടീൻ സപ്ലിമെൻറ്റ് ചെയ്തെന്നാലും ആൾക്ക് ഇതുകൊണ്ടുള്ള മസിൽ സ്ട്രെങ്തനിങ്ങോ ശാരീരികമായിട്ടുള്ള ഗുണങ്ങളോ
ഉണ്ടാകാതെ അതൊരു പ്ലേറ്റോ ബേസിസിൽ 100 ഗ്രാം വരെ അത് പതുക്കെ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും. 100 ഗ്രാം ആയി കഴിഞ്ഞാൽ അത് പ്ലേറ്റോ ആയിട്ട് പോവുകയാണ് ചെയ്യാറ്. അപ്പോൾ ഒരു ആവറേജ് പേഴ്സണ് മാക്സിമം 104 ഗ്രാം വരെ പ്രോട്ടീനാണ് ഉപയോഗിക്കാവുന്നത് എന്നുള്ളതാണ് ഈ സ്റ്റഡീസിൽ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ 100 ഗ്രാമിൽ കൂടുതൽ അല്ലെങ്കിൽ 104 ഗ്രാം പ്രോട്ടീനിൽ കൂടുതൽ എത്ര കഴിച്ചെന്നാലും കൂടുതൽ മെച്ചമൊന്നുമില്ല. ആ 104 ഗ്രാം പ്രോട്ടീൻ നമുക്ക് മുട്ട വെള്ളയിൽ നിന്ന് തന്നെ സപ്ലിമെൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് വേറെ പ്രോട്ടീൻ പൗഡർ ഒന്നും വാങ്ങിച്ച് കഴിക്കേണ്ട എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ പ്രോട്ടീൻ ഒത്തിരി ഉപയോഗിക്കാൻ പറ്റാത്തവരാരൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഇത് കിഡ്നി അടിച്ച് കളയുന്ന ഒരു സാധനമാണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. നമ്മൾ ഒത്തിരി പ്രോട്ടീൻ കൂടുതൽ കഴിച്ചിട്ട് വളരെ സിവിയറായിട്ട് എക്സസൈസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റിൽ പോലും കുറവ് വന്ന് ക്രിയാറ്റിനിൻ പതുക്കെ കൂട്ടാനുള്ള സാധ്യതയുണ്ട്. യൂറിക് ആസിഡ് ഉണ്ടാകാം, കിഡ്നി സ്റ്റോൺ ഉണ്ടാകാം. ഈ പറഞ്ഞ പ്രശ്നങ്ങൾ കൊണ്ടെല്ലാം കിഡ്നി ഫെയിലിയറിലോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ പ്രോട്ടീന് അലർജി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് മുട്ടയുടെ വെള്ള അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ സോഴ്സസ് ഓഫ് പ്രോട്ടീൻ അലർജി ഉണ്ടെങ്കിൽ സോയാ പ്രോട്ടീൻ പോലുള്ള കാര്യങ്ങളിലേക്ക് തിരിക്കാം. പലപ്പോഴും പല കുഞ്ഞുങ്ങൾക്ക് പോലും പാൽ അലർജി ആയിട്ടുള്ളവർക്കുണ്ട്, ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴത്തേക്കും സോയാ മിൽക്ക് കൊടുക്കാനാണ് നമ്മൾ ഡോക്ടർമാരാണെങ്കിലും നിർദ്ദേശിക്കുക. അത് നമുക്ക് ചിലപ്പോൾ വിപണിയിൽ നിന്ന് വാങ്ങിച്ച് കുടിക്കുകയെ ലഭ്യമായിട്ടുണ്ടാവത്തുള്ളൂ. ഇനി ഈ അലർജി ഉണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്ത് പരിശോധിക്കുക എന്നുള്ളതാണ്. പല ബ്ലഡ് ടെസ്റ്റിലും നമുക്ക് IgEയുടെ അളവ് കൂടുന്നത്, ഈസ്നോഫിലിൻ്റെ അളവ് കൂടുന്നതൊക്കെ അറിയാം. പക്ഷേ അത് എന്തിനാണ് അലർജി ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇത് അറിയാനായിട്ട് മോഡേൺ മെഡിസിനിൽ ഏറ്റവും ഫലപ്രദമായിട്ട് വിനിയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് സ്കിൻ പ്രിക്ക് ടെസ്റ്റ്. അതായത് നമ്മൾ 72 അലർജൻസിൻ്റെ ഒരു പാനലുണ്ട്. നമ്മളത് സ്കിന്നിൽ ചെറിയ പഞ്ചിങ് ആയിട്ട് നമ്മളത് കുത്തിവയ്ക്കുകയും ചെറിയ അളവിൽ കുത്തിവയ്ക്കുകയും അതിനോട് വരുന്ന സ്കിന്നിൻ്റെ റിയാക്ഷൻസ്, ഇൻഡ്യൂറേഷൻ നോക്കി കൃത്യമായി മെഷർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു 5 ദിവസം മുൻപ് വരെ നമ്മൾ അലർജിയുടെ മെഡിസിൻസ് എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തിവെക്കുക. നമ്മൾ അലർജിക്കുള്ള നെയ്സൽ സ്പ്രേ, അസലാസ്റ്റിൻ പോലുള്ള നെയ്സൽ സ്പ്രേ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തിവെക്കുക. എന്നിട്ട് ഈ സ്കിൻ ടെസ്റ്റ് ചെയ്തെന്നാൽ മാത്രമേ എന്തിനാണ് അലർജി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കി അതിനെ അവോയ്ഡ് ചെയ്യുന്നാൽ നമ്മുടെ അലർജി പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും മാറും എന്നുള്ളത് മാത്രമല്ല, 1-2 അലർജൻസിന് മാത്രമേ ഈ പ്രശ്നമുള്ളൂ എങ്കിൽ നമുക്ക് ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്ന വളരെ ഫലപ്രദമായിട്ടുള്ളൊരു മെത്തേഡ് വഴി ഈ അലർജിയെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനും പറ്റും. പ്രത്യേകിച്ചും എന്തെങ്കിലും ഒരു പ്രോട്ടീന് മാത്രമേ അലർജി ഉള്ളൂ എന്നുണ്ടെങ്കിൽ, അത് 3-4 പ്രോട്ടീൻ ഉണ്ടെങ്കിൽ അത് പറ്റില്ല. 1-2 പ്രോട്ടീൻ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ അലർജൻസ് കുറേശ്ശെ കൊടുത്ത് ആ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയെ മാറ്റിയെടുക്കുന്ന ചികിത്സാ രീതിയാണ്. വിദേശങ്ങളിലൊക്കെ വളരെ പ്രാബല്യത്തിലുള്ളൊരു സംഗതിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അതിൻ്റെ ശൈശവ ദശയിലാണ് എന്ന് പറയാതെ വയ്യ. അപ്പോൾ ഈ ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് ഈ അറിവൊന്ന് കൊടുക്കുക. നമ്മൾ ഇതിൻ്റെ ചിലവിനെക്കുറിച്ചൊക്കെ ആൾക്കാർക്ക് വലിയ ആശങ്കയുണ്ട്. നമ്മൾ ഈ പത്രങ്ങളിലൊക്കെ കാണുന്ന ബ്ലഡ് ടെസ്റ്റിൻ്റെ അത്രയും ചിലവ് പോലും ഇതിന് വരത്തില്ല. ആ ബ്ലഡ് ടെസ്റ്റൊന്നും നമ്മൾ സയൻറ്റിഫിക് എവിഡൻസ് ഉള്ളൊരു സംഗതിയല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിഡൻസ് ബേസ്ഡ് മോഡേൺ മെഡിസിനിൽ നമുക്കത് പ്രായോഗികമായിട്ട് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്ന സംഗതിയുമല്ല. നമ്മൾ അങ്ങനെയുള്ള പ്രോട്ടീൻ അലർജി ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അത് മാറ്റി അനുയോജ്യമായ പ്രോട്ടീൻ ഏതാണെന്നുള്ളത് മനസ്സിലാക്കി അത് ഇൻടേക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ പ്രോട്ടീൻ കൂട്ടുന്നത് നമ്മുടെ തടിക്ക് മാത്രമല്ല, മുടിക്കും നമ്മുടെ പല്ലിനും എല്ലിനും മാത്രമല്ല നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കൂട്ടാൻ പോലും ഉപകരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏറ്റവും നല്ല പ്രോട്ടീൻ സോഴ്സസ് എന്താണ് എന്നുള്ളതും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ വിപണിയിൽ കിട്ടുന്ന ഈ പരസ്യങ്ങളുടെ പുറകെ പോയെന്നാൽ ചിലപ്പോൾ ആരോഗ്യ നഷ്ടവും പണവും നഷ്ടമാകും, നമുക്ക് ഒരു വിധത്തിലുള്ള ഗുണങ്ങളും കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ അങ്ങനെയുള്ള പരസ്യങ്ങൾക്ക് പിന്നാലെ പോകാതിരിക്കുക. നമ്മൾ ഈ ആൻറ്റി ഓക്സിഡൻസ് ഉള്ള ഗ്രീൻ ടീയെക്കുറിച്ചുള്ള പരസ്യങ്ങൾ കേൾക്കും. നമുക്ക് അതിനേക്കാൾ ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ തൊടിയിൽ വളരുന്ന നെല്ലിക്കയിൽ നിന്ന് കിട്ടും. അതുപോലെ നമുക്ക് ഏറ്റവും സുലഭമായി കിട്ടുന്ന എഗ് വൈറ്റിലൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കുക. നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ പോലും ഈ പറയുന്ന പ്രോട്ടീൻ സോഴ്സസിനെ സഹായിക്കും. നമ്മൾ പ്രോട്ടീൻ എടുത്തതുകൊണ്ട് മാത്രമായില്ല, അതിനോടൊപ്പം ഉള്ള മറ്റ് വൈറ്റമിൻസ് ആയിട്ടുള്ള വൈറ്റമിൻ ഇ, ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, അതായത് ചെറുമീനുകളുള്ള മത്തി അയലയിലൊക്കെയുള്ള ഒമേഗ 3 തുടങ്ങിയ സപ്ലിമെൻറ്റ്സും ഇതിനോടൊപ്പം ഉണ്ടാവാനായിട്ട് ശ്രദ്ധിക്കുക. വെയിലിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമ്മുടെ സ്കിന്നിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈറ്റമിൻ D3 ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ അതിനുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കുക. 95% ആൾക്കാർക്കും വൈറ്റമിൻ D3 കുറവായിരിക്കും. നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാനായിട്ടും നമ്മുടെ ജോലി ഏറ്റവും ഭംഗിയായിട്ട് ചെയ്ത് തീർക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. പലപ്പോഴും നമ്മുടെ ജോലി എന്ന് പറയുന്നത് നമ്മളൊരു ഭാരമായിട്ട് എടുക്കുമ്പോഴത്തേക്കും അത് സ്ട്രെസ് ആകാറുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ തരത്തിലുള്ള പാഷൻസിനെയും ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ
എൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു ദിവസം 50 പേഷ്യൻസിനാണ് അപ്പോയിൻമെൻറ്റ് കൊടുക്കുക. 50 കഴിഞ്ഞിട്ട് പിന്നെയും ചില ആൾക്കാർ വരുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ മനസ്സ് മടുക്കാറുണ്ട്. അപ്പം നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് ചിന്തിക്കും. ഞാൻ എൻ്റെ സ്റ്റെത്തിനെ തന്നെ പ്രണയിച്ചെന്നാൽ, ഞാൻ അവരോട് സംസാരിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയെന്നാൽ, അവരുടെ കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഇടപെട്ട് അവരുടെ ജീവിതത്തിൽ ഒരു നന്മ ഉണ്ടാക്കാൻ ശ്രമിച്ചെന്നാൽ, അത് എനിക്കുണ്ടാകുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റ്, ഒരു ഇരുതല വാൾ പോലെ എനിക്കും എൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഒരു ക്ലീനിങ് ജോലിയാണെങ്കിലും, ഒരു നഴ്സിൻ്റെ ജോലിയാണെങ്കിലും, കൗൺസിലിംഗ് ജോലിയാണെങ്കിലും എല്ലാം നമുക്ക് ഇത്തരത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് ആസ്വദിക്കാനായിട്ട് പഠിക്കാം. ഒരു ആപ്പിൾ മുറിച്ചെന്നാൽ 4 കഷ്ണങ്ങൾ കിട്ടുന്ന പോലെ നമ്മുടെ പാഷൻസിനെ വ്യക്തമായിട്ട് തിരിച്ചറിയാനായിട്ട് പറ്റുക. ഇപ്പം ഞാനൊരു വലിയ പാട്ടുകാരനല്ലെങ്കിൽ പോലും എൻ്റെ പേരിൽ ഒന്ന് സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് പാട്ടുകൾ കിട്ടിയേക്കാം. ആ പാട്ടുകൾ ഒരു ബാത്റൂം സിംഗറായിട്ട് ആണെങ്കിൽ പോലും, ഒരു മൂളിപ്പാട്ട് പാടിയാണെങ്കിലും നമ്മുടെ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാനും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ശ്രമിക്കാം. എല്ലാവർക്കും നല്ല ശാരീരിക മാനസിക ആരോഗ്യം ആശംസിക്കുന്നു. നന്ദി.